അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നി, പക്ഷേ എല്ലാം സംഭവിച്ചു. ഈ ഒരു സെന്റൻസിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം? അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നി. എന്ന് എനിക്ക് തോന്നി എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് പറയാം? ഐ തോട്ട്. എന്താണ് തോന്നിയത്? അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന്. ഒന്നും സംഭവിക്കില്ല. നത്തിങ് വുഡ് ഹാപ്പൻ. ഐ തോട്ട് നത്തിങ് വുഡ് ഹാപ്പൻ. എവിടെ? അവിടെ. there. സോ അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നി എന്നുള്ളതിന് ഐ തോട്ട് നത്തിങ് വുഡ് ഹാപ്പൻ there എന്ന് പറയാം. പക്ഷേ എല്ലാം സംഭവിച്ചു. പക്ഷെ എല്ലാം സംഭവിച്ചു എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? പക്ഷേ എന്ന് പറഞ്ഞാൽ ബട്ട് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടുന്നത് നല്ലതായിരിക്കും. പക്ഷേ എല്ലാം സംഭവിച്ചു. എല്ലാം എന്ന് പറഞ്ഞാൽ എവറിത്തിങ്. സംഭവിക്കുക ഹാപ്പൻ. സോ ബട്ട് എവറിത്തിങ് സംഭവിച്ചു എന്നുള്ളതിനപ്പോൾ ഹാപ്പനിന്റെ പാസ്റ്റ് ഹാപ്പൻഡ്. അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നി, പക്ഷെ എല്ലാം സംഭവിച്ചു. ഐ തോട്ട് നത്തിങ് വുഡ് ഹാപ്പൻ there ബട്ട് എവറിത്തിങ് ഹാപ്പൻഡ്. സോ ഇത്ര സിമ്പിൾ ആണ് ഇംഗ്ലീഷ് പഠിക്കാൻ. ഇതുപോലെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയുടെ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ കോഴ്സസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോഴ്സസിനെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. താങ്ക് യു. English Mitra. Stop worrying, start learning.